അതായത് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമായിരുന്നു. ഇത് ക്രിമിനൽ കേസാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറയുന്നത്. മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഈ കീഴുദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് അത് DGP-യിലെത്തി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകി, ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി, പിന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. അത് നടപടിക്രമം അദ്ദേഹം വിശദീകരിക്കുകയാണ്. പക്ഷേ എന്താണ് റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ എന്താണ് വേഗം കൂട്ടാത്തത് എന്ന് മുഖ്യമന്ത്രിക്ക് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ചോദിക്കാം. അതിൽ ഈ നടപടിക്രമങ്ങൾ വലിയ തടസ്സമാണോ ശ്രീ എ ഡി തോമസ്? അത് നമുക്കൊരു കാര്യം ചെയ്യുന്നതിലുള്ള താല്പര്യവും അതിൻ്റെ ഒരു ആത്മാർത്ഥതയും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഇതൊരു മുനവെച്ച ചോദ്യമാണ്. അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം, ഒരു ഗവൺമെന്റിന് അത് എല്ലാ വശങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. അത് സ്വാഭാവികമാണ്. അതങ്ങ് മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അപ്പോഴും ഇവിടുത്തെ വിഷയം നിലനിൽക്കുകയാണ്. ഈ MR കുമാർ എന്ന് പറയുന്ന ക്രിമിനൽ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി ഉറപ്പായും ഉണ്ടാകുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് സർക്കാരിന് അവസാന നിമിഷം വരെയും പല വശങ്ങളും പരിഗണിക്കേണ്ടി വരും. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടി വരും. അതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും. അത് പാലിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ MR കുമാർ എന്ന ക്രിമിനലിനെ UDF സർക്കാർ സംരക്ഷിക്കുന്നു എന്നൊരു ധ്വനി അതിൽ വരരുതെന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അങ്ങനെ ഒരാൾ സംരക്ഷിക്കേണ്ട ഗതികേട് UDF-നോ ഈ ഗവൺമെന്റിനോ, അയാളെ ചുമക്കേണ്ട ഗതികേട് കേരളത്തിലെ പൊതുജനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രതികരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം. നിങ്ങളെ സംബന്ധിച്ച് ഇതിലൊരു ആശങ്കയുണ്ടല്ലോ അല്ലേ? ആ ആശങ്ക തന്നെയാണ് മാധ്യമപ്രവർത്തനം പങ്കുവയ്ക്കുന്നത്. അതിലൊരു മുനവച്ച ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ എന്തുകൊണ്ട് ഒരു FIR ഇട്ടില്ല എന്നുള്ള ചോദ്യം നിങ്ങൾക്കും ഉണ്ടല്ലോ, ഇല്ലേ? ഇതിലുള്ള ഒരു ചോദ്യത്തിൽ ഇതൊരു സ്വാഭാവികമായി ചോദിക്കുമ്പോൾ അതൊരു ന്യായമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിന് ചില വശങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരുമല്ലോ. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ക്ഷമിച്ചാൽ മതിയാവും. അതിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് മറ്റു പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ശരി, അങ്ങേക്ക് അതിലുള്ള പരിമിതി എനിക്കറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.